വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥന്റെ ദുരൂഹമരണവുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതികളെ രക്ഷപ്പെടുത്താൻ ആസൂത്രിത ശ്രമം നടക്കുന്നതായി ആരോപിച്ച് കുടുംബം. കേസിൽ തെളിവ് നശിപ്പിക്കാൻ ശ്രമം നടക്കുന്നതായി സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് ആരോപിച്ചു. സസ്പെൻഡ് ചെയ്ത വിദ്യാർത്ഥികളെ തിരിച്ചെടുത്തത് അതിന്റെ ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു. സിദ്ധാർത്ഥന്റെ മരണത്തിൽ ജനരോഷം ശക്തമായിരുന്നപ്പോൾ കുടുംബത്തിന്റെ വാ മൂടിക്കെട്ടാൻ ഇറക്കിയ പ്രഹസന തന്ത്രമായിരുന്നു CBI അന്വേഷണമെന്ന ഉത്തരവ്. എന്നാൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഡൽഹിയിലേക്ക് കത്തുപോലും പോയിട്ടില്ലെന്ന് ജയപ്രകാശ് വ്യക്തമാക്കി. ഇപ്പോൾ സസ്പെൻഡ് ചെയ്തവരെ തിരിച്ചെടുത്ത് തെളിവ് നശിപ്പിക്കാനാണോ എന്ന് സംശയമുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. കേസിലെ ആരോപണ വിധേയനായ വിദ്യാർത്ഥിയെ രക്ഷിക്കാൻ MM മണി ഇടപെട്ടെന്നും സിദ്ധാർത്ഥന്റെ പിതാവ് ആരോപിക്കുന്നു. മുഖ്യമന്ത്രിയാണ് CBI അന്വേഷിക്കാമെന്ന് ഉറപ്പ് നൽകിയത്. എന്നാൽ ഇപ്പോൾ നിയമോപദേശം പോലും തേടാതെയാണ് VCയുടെ നടപടിയെന്നും കേസ് അട്ടിമറിക്കാൻ VC കൂട്ടുനിൽക്കുന്നതായും ജയപ്രകാശ് ആരോപിച്ചു. വിഷയത്തിൽ ഗവർണറെ സമീപിക്കും. CBI അന്വേഷണം മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ അന്വേഷണം തുടങ്ങിയിട്ടില്ല. ഡൽഹിയിലേക്ക് കത്തുപോലും പോയിട്ടില്ലെന്നാണ് അറിയുന്നത്. മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് പ്രതിഷേധവുമായി പോകും. ഈ ആഴ്ചയ്ക്കുള്ളിൽ പ്രതിഷേധം നടത്തുമെന്നും സിദ്ധാർത്ഥന്റെ അച്ഛൻ പ്രതികരിച്ചു. കുടുംബത്തിന്റെ വാ മൂടിക്കെട്ടാൻ സർക്കാർ ഇറക്കിയ തന്ത്രമായിരുന്നു CBI അന്വേഷണ പ്രഖ്യാപനമെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ നിശബ്ദരായാൽ എല്ലാവരും നിശബ്ദരാകുമെന്ന് അവർക്കറിയാം. തെരഞ്ഞെടുപ്പ് അടുത്തതുകൊണ്ടുള്ള തീരുമാനമായിരുന്നു. എല്ലാം ഒന്ന് തണുപ്പിക്കാൻ സർക്കാർ ചെയ്തതാണ്. കുടുംബം പിന്നോട്ട് പോകില്ല. പ്രതിഷേധവുമായി ഏതറ്റം വരെയും പോകുമെന്നും ജയപ്രകാശ് വ്യക്തമാക്കി. സിദ്ധാർത്ഥൻ മാസങ്ങളായി റാഗിങ്ങിനിരയായി എന്ന് പറയുന്നു. SFIയുടെ സംസ്ഥാന തലവനടക്കം കോളേജിൽ ക്യാമ്പ് ചെയ്യാറുണ്ട്. ഡീൻ, അസിസ്റ്റന്റ് വാർഡൻ എന്നിവർക്കെതിരെ കൊലക്കുറ്റം ചേർക്കണമെന്നും കേസിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടായ ശേഷം കോളേജ് തുറന്നാൽ മതിയെന്നും ജയപ്രകാശ് പറഞ്ഞിരുന്നു. സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI അന്വേഷണം നടത്താമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയതായി അച്ഛൻ ജയപ്രകാശ് വ്യക്തമാക്കിയിരുന്നു. തനിക്ക് വിശ്വാസമുണ്ടെന്നും മകന്റെ മരണത്തിലെ സംശയങ്ങൾ മുഖ്യമന്ത്രിയെ അറിയിച്ചതായും ജയപ്രകാശ് വ്യക്തമാക്കിയതാണ്. കഴിഞ്ഞ ദിവസമാണ് സിദ്ധാർത്ഥനെതിരായ ക്രൂര റാഗിങ്ങിലും ആൾക്കൂട്ട വിചാരണയിലും പൂക്കോട് വെറ്റിനറി ആൻഡ് അനിമൽ സയൻസസ് കോളേജ് അധികൃതർ വിദ്യാർത്ഥികൾക്കെതിരെ എടുത്ത നടപടി VC റദ്ദാക്കിയത്. ഇതോടെ ആരോപണ വിധേയർക്കെല്ലാം തുടർ പഠനത്തിന് അവസരവും ഒരുങ്ങുകയാണ്.